നാളെയാണ് ലയൺസ് ഗേറ്റ് പോർട്ടൽ ഓണാകുന്നത്. അതായത് എന്താണ് ലയൺസ് ഗേറ്റ് പോർട്ടൽ, അല്ലെങ്കിൽ എന്ത് പ്രാധാന്യമാണ് ഈ ലയൺസ് ഗേറ്റ് പോർട്ടലിനുള്ളത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായി തന്നെ മാനിഫെസ്റ്റേഷനിൽ ചില ദിനങ്ങൾ പ്രത്യേകതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫുൾ മൂൺ ഡേ പോലെ തന്നെ ഏറ്റവും വളരെ നല്ലൊരു ദിനമാണ് ഈ ലയൺസ് ഗേറ്റ് പോർട്ടൽ ഡേ എന്ന് പറയുന്നത്. ഇത് ഏകദേശം 10 വർഷത്തിന് ശേഷമാണ് ഈ ഒരു ലയൺസ് ഗേറ്റ് പോർട്ടൽ ഓണാകുന്നത് എന്നുള്ളതാണ് ആസ്ട്രോളജി പ്രകാരം പറയപ്പെടുന്നത്. ഈ ഒരു ദിനത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും വളരെ എളുപ്പത്തിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് പണമാവട്ടെ, ബന്ധങ്ങളാവട്ടെ, അങ്ങനെ എന്തും. അതോടൊപ്പം തന്നെ ന്യൂമറോളജി പ്രകാരം 8 എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയുടെ ഒരു സിമ്പിളായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് അനന്തമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. ആ അനന്തതയിലേക്ക് നമ്മൾ ഏതെങ്കിലും ആഗ്രഹങ്ങൾ വെക്കുന്ന സമയത്ത് അനന്തമായിട്ട് നമ്മളിലേക്കും ആ ഒരു മാനിഫെസ്റ്റേഷൻ നമ്മളിലേക്ക് വരുന്നതാണ്. ഈ ദിനത്തിൽ നമ്മൾ കൃത്യമായ രീതിയിൽ മാനിഫെസ്റ്റേഷന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും വളരെ എളുപ്പത്തിൽ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ന്യൂമറോളജി പ്രകാരം 8 എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയുടെ ഒരു നമ്പറായിട്ട് ഞാൻ പറഞ്ഞല്ലോ. അതോടൊപ്പം തന്നെ ദിനത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കുന്നത് 8/8/2024 2024 എന്ന് പറയുന്നത് 2+2+2, അതായത് ഏകദേശം 888 38 എന്ന് പറയുന്നത് ഒരു ഏഞ്ചൽ നമ്പറാണ്. അതോടൊപ്പം തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ നമ്പറാണ് 8 എന്ന് പറയുന്നത്. ഈ ഒരു നമ്പർ കാണുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹം എന്താണോ വളരെ എളുപ്പം നടക്കുമെന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത്രയും കാര്യങ്ങളെല്ലാം കൂടിച്ചേർന്നിട്ടാണ് ഈ ഒരു ദിനം വരുന്നത്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുക. എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായി തന്നെ 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു പേപ്പറാണ്. ഈ ഒരു വൈറ്റ് കളർ പേപ്പർ നിങ്ങൾ 8 ഷേപ്പിൽ, അതായത് ഹെക്സഗൺ ഷേപ്പിൽ കട്ട് ചെയ്യുക. ഞാൻ 8 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളും ഈ രീതിയിലുള്ള പേപ്പർ ഏകദേശം 8 എണ്ണം വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിലെന്ത് ചെയ്യുക, നിങ്ങളുടെ ഡ്രീം ജേണൽ, നിങ്ങൾ 100 ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങൾ എഴുതി വെച്ച ആ ഒരു ഡ്രീം ജേണൽ എടുത്തിട്ട് നിങ്ങൾ അതിലെ 8 പ്രധാന ലക്ഷ്യങ്ങൾ, ഏറ്റവും വലിയതും പ്രാധാന്യമുള്ള ലക്ഷ്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. ചെറിയ ലക്ഷ്യങ്ങൾ എഴുതാൻ പാടില്ല. നിർബന്ധമായും വലിയ ലക്ഷ്യങ്ങൾ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് തിരഞ്ഞെടുക്കാം. എന്നിട്ട് നിങ്ങൾ ഇതിൽ പ്രസൻറ്റ് ടെൻസിൽ എഴുതുക. അതായത് ഐ ആം അട്രാക്റ്റിംഗ് 1 lakh rupees, അല്ലെങ്കിൽ ഐ ആം അട്രാക്റ്റഡ് 1 lakh rupees, അല്ലെങ്കിൽ ഞാനും ആ വ്യക്തിയുമായുള്ള വിവാഹബന്ധം നടന്നതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയുന്നു. എന്ത് തന്നെയാവട്ടെ, അത് ആ ഒരു കാര്യം നിങ്ങൾ ഇതിലേക്ക് എഴുതി വെക്കുക. ഓരോ ഷീറ്റിലും ഓരോ ലക്ഷ്യങ്ങളാണ് എഴുതി വെക്കേണ്ടത്. അതായത് പ്രസൻറ്റ് ടെൻസിലോ അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലോ എഴുതി വെക്കാം. അതിനുശേഷം താങ്ക് യു യൂണിവേഴ്സ് എന്ന് ഓരോ ഷീറ്റിലും എഴുതി വെക്കുക, താഴെ താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ. അന്നേരം ഇത് എഴുതിയിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മെഡിറ്റേഷൻ റൂമിലോ നിങ്ങൾക്ക് വെക്കാൻ സാധിക്കുന്നതാണ്. അത് എഴുതുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ കണ്ണുകൾ അടച്ചിട്ട് അത് ഫീൽ കൊടുത്തിട്ട് മാത്രം നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെയുള്ള ഒരു ടൈം എന്ന് പറയുന്നത് രാവിലെ 8:08 രാത്രി 8:08 ഉള്ളിലുള്ള ടൈമാണ്. വളരെ പവർഫുള്ളായ ടൈം. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഈ ഒരു സമയത്തെ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ്. അതായത് കുറച്ച് എഴുതേണ്ടതായിട്ട് വരും. അതായത് 8x8 എന്ന് പറയുന്ന ടെക്നിക്ക്. ഉദാഹരണത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യം 1 2 3 എന്ന് പറഞ്ഞിട്ട് 8 തവണ അതേ ടെൻസിൽ, അതായത് എന്താണോ ആഗ്രഹം അത് എഴുതി വെക്കുക. രണ്ടാമത്തെ ഷീറ്റിൽ രണ്ടാമത്തെ ആഗ്രഹം എന്തിനാണോ തിരഞ്ഞെടുക്കുന്നത് അത് 8 തവണ എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതെല്ലാം ഏകദേശം ഒരു ബുക്ക് അല്ലെങ്കിൽ ഒന്ന് അടുക്കി വെച്ചിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിലോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ സ്റ്റേജിലോ നിങ്ങൾ ആ ഫീലിങ്ങോടെ കൂടെ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പേപ്പർ എന്ത് ചെയ്യാം, നിങ്ങൾ അടുത്ത ദിവസമോ അല്ലെങ്കിൽ 4 ദിവസത്തിന് ശേഷമോ നിങ്ങൾക്ക് കത്തിച്ച് കളയാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് 4 ദിവസം എന്ന് പറയുന്നത്? ഈ ലയൺസ് ഗേറ്റ് പോർട്ടൽ ഏകദേശം 8 ദിവസമാണ് ഓണായിട്ട് ഉണ്ടാകുക എന്നാണ് ആസ്ട്രോളജി പ്രകാരം പറഞ്ഞത്. എന്നാൽ 8 ദിവസത്തിന് ശേഷം നിങ്ങൾ ഈ ഒരു 8 ഷീറ്റും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടെ കത്തിച്ച് കളയാം. അതായത് ഒരു യൂണിവേഴ്സിലേക്ക് നിങ്ങൾ ലയിപ്പിക്കുകയാണ് നിങ്ങളെ ആഗ്രഹം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യം വളരെ എളുപ്പത്തിൽ നടക്കാൻ ആവശ്യമായ ഈ ഒരു ദിനത്തെ നിങ്ങൾ കൃത്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വീഡിയോ പങ്കുവെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.